അടുത്ത് ഇറങ്ങിയ ധവളപത്രത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരമൊരു പ്രഖ്യാപനം ബജറ്റിൽ വന്നിട്ടുള്ളത് നമ്മൾ കാണുന്നു. അപ്പോൾ നെഹ്റുവിയൻ വികസന കാഴ്ചപ്പാടാണ് അംഗീകരിക്കുന്നതാണല്ലോ പറയുന്നത്. നെഹ്റുവിന്റെ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണല്ലോ ബജറ്റ് പ്രസംഗം അവസാനിപ്പിച്ചത്. പക്ഷേ നെഹ്റുവിയൻ വികസന കാഴ്ചപ്പാടിന്റെ പ്രധാന ഉപാധി ആസൂത്രണമായിരുന്നു. ആ ആസൂത്രണത്തെ ഈ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് എന്ന് അഭിമാനം കൊള്ളുന്ന മുഖ്യമന്ത്രി കുഴിച്ചു മൂടുന്നുവെന്ന അവസ്ഥയാണ് ഈ ബജറ്റിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാവരും സമ്മതിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ വൻതോതിലുള്ള പശ്ചാത്തല വികസനം നടന്നു എന്നുള്ളത്. ആർക്കും ആ കാര്യത്തിൽ മറ്റൊരു വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകില്ല. ആ വികസനം നടക്കുന്നതിനിടയാക്കിയത് കിഫ്ബിയാണ്. അതിന്റെ ചാലകശക്തിയായി പ്രവർത്തിച്ചത് കിഫ്ബിയാണ്. പക്ഷേ കിഫ്ബിയുടെ ചിറകരിയുന്ന നിലപാടാണ് ഈ ബജറ്റിൽ സ്വീകരിച്ചിരിക്കുന്നത്. കിഫ്ബി പദ്ധതികൾക്ക് ഫണ്ട് കണ്ടെത്തേണ്ട ബാധ്യതയെപ്പറ്റി പഠിക്കാൻ വിദഗ്ധ സമിതിയെ വെക്കും എന്നാണ് ബജറ്റിലെ പ്രഖ്യാപനം. അതിന്റെ പിന്നിലെ രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. കിഫ്ബി എന്ന ആശയത്തെ തന്നെ അവസാനിപ്പിക്കാനുള്ള നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ. കേരളത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു പദ്ധതിയായിരുന്നു ലൈഫ് മിഷനിലൂടെ നടപ്പാക്കിയ പാവപ്പെട്ടവർക്ക് വീട് നൽകുന്ന പദ്ധതി. 5 ലക്ഷത്തിലധികം വീടുകളാണ് അതിന്റെ ഭാഗമായി നൽകിയിട്ടുള്ളത്. ലൈഫ് മിഷനോടുള്ള UDFന്റെ സമീപനം പണ്ടേ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോ ആ ലൈഫ് പദ്ധതിയെ തകർക്കാനുള്ള നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ രൂപരേഖ പോലും നൽകാതെയാണ് ചില പ്രഖ്യാപനങ്ങൾ ഈ ബജറ്റിലൂടെ വന്നിട്ടുള്ളത്. അതിന് ലൈഫ് മിഷന്റെ ഭാഗത്ത് ഒന്നും പറയുന്നില്ല. എന്നാൽ SC/ST വിഭാഗത്തിന് പ്രത്യേക ഭവന പദ്ധതി പ്രഖ്യാപിച്ചതായി കാണുന്നുണ്ട്. ഇത് സ്വാഭാവികമായും ലൈഫ് പദ്ധതി ഉപേക്ഷിക്കുന്നു എന്നതിന്റെ തുടക്കം തന്നെയായിട്ടാണ് കാണേണ്ടത്.